പ്രകാശമേ മിഴി തുറക്കുക വേഗം. ആയിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 11 വെള്ളിയാഴ്ച, 40-ാം വെള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പരജീവിതത്തിൻ്റെ അവസാന ഭാഗമാണിത്. അവസാനത്തെ സംഭവം 11-ാമത്തെ അധ്യായം ദീർഘമാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് സംഭവം. നമുക്കറിയാവുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ യേശു തൻ്റെ സ്നേഹിക്കുന്നവൻ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞാണ് വരുന്നത്. യേശു വീട്ടിലേക്കും മരിച്ച് 3 ദിവസം കഴിഞ്ഞിരുന്നു. അപ്പോഴേക്ക് ഈ സാഹചര്യത്തിലാണ് യേശു പറയുന്നത് 2 വാക്കുകൾ. ഒന്ന്, കല്ലെടുത്തു മാറ്റുവിൻ. ശവം കല്ലറയിൽ അടക്കിയിരിക്കുകയാണ്, കല്ലുരുട്ടി മാറ്റണം. ലാസർ പുറത്തു വരിക. 3-ാമത്തെ കത്തിനാണ് കെട്ടടിക്കുക. കല്ലെടുത്തു മാറ്റുക, പുറത്തു വരിക, കെട്ടടിക്കുക. ഈ 3ഉം വളരെ പ്രസക്തമാണ്. യേശു പ്രവർത്തിക്കുന്നു, പക്ഷേ അതിന് പ്രതിബന്ധമായിട്ട് കല്ലുകൾ എടുത്തു മാറ്റുക. നമ്മുടെ ജീവിതത്തിൽ തന്നെയാകാം, നിരാശയാകാം, കുറ്റബോധമാകാം, എന്തുമാവട്ടെ, നമ്മളെ നിരാശനാക്കുന്ന, ജീവൻ നശിപ്പിക്കുന്ന എന്തെങ്കിലും ആവട്ടെ, അത് ഉരുട്ടി മാറ്റുക. കെട്ടുകളടിക്കുക. നമ്മുടെ തന്നെ കെട്ടുക, നമ്മൾ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റുക, മറ്റുള്ളവരുടെ കെട്ടുകളടിക്കുക. കല്ലുരുട്ടി മാറ്റുക, കെട്ടുകളടിക്കുക, പോകട്ടെ. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ലാസറിന് നൽകുന്ന ഈ പുനരുത്ഥാനം യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഒരു മുന്നോടിയാണ്, നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ ഒരു മാതൃകയാണ്. അതേസമയം ശരീരത്തിൻ്റെ പുനരുത്ഥാനം മാത്രമല്ല, ഇന്നും ഇത് ആവശ്യമാണ്. നമ്മളെ തന്നെ ബന്ധിതരാക്കുന്നുണ്ട്. നമ്മുടെ പാവം, നമ്മുടെ തഴക്കദോഷങ്ങൾ, നമ്മുടെ ആസക്തികൾ പലതും ഉണ്ടാകും. കുറ്റബോധം ഉണ്ടാകാം, നിരാശ ഉണ്ടാകും. എന്തുമാകട്ടെ, നമ്മളെ തളർത്തുന്ന, ജീവൻ നശിപ്പിക്കുന്ന കെട്ടുകൾ, ബന്ധനങ്ങൾ എന്തുമാകട്ടെ അഴിച്ചു മാറ്റണം. അതിന് തമ്പുരാൻ നമുക്ക് കൃപ നൽകും. അവസാനം പറയും, പോകട്ടെ, അവൻ സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകുന്നത്. ജീവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, അത് മാതൃകയാണ്, പ്രതീകമാണ് ലാസറിന്റെ പുനരുത്ഥാനം. അപ്പോഴും പറയുന്നു, കെട്ടുകളഴിക്കുവിൻ, പോകട്ടെ. നമ്മളെ തന്നെ കെട്ടിടണ്ട, മറ്റുള്ളവരെയും കെട്ടിടേണ്ട, അഴിക്കേണ്ട സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നു. അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നിൻ വഴിയേ നടക്ക